ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാമിനുണ്ടല്ലോ SCRT ബേസ് ചെയ്തിട്ടുള്ള A+ ലെവൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളത് കണ്ടോ? ആ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കിയോ? ഇല്ലെങ്കിൽ പേടിക്കണ്ട, എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ആവാഹിച്ചെടുക്കുകയാണ്. നമുക്ക് SCRT ബേസ് ചെയ്തിട്ടുള്ള A+ ലെവൽ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ABC ആണ് 3 ക്വസ്റ്റ്യൻ പാറ്റേണുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരേ രൂപത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ മാക്സിമം എന്ത് ചെയ്യാം, നല്ല കുട്ടികളായിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അപ്പൊ മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചോളൂ. അപ്പൊ SCRT ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് A+ ലെവൽ ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പൊ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കുക. ഇങ്ങനത്തെ ഒരു ചിത്രം കിട്ടിയാൽ തന്നെ ഇതിനകത്ത് 2 ചോദ്യങ്ങളാണ് വരിക. ഒന്നാമത്തെ ചോദ്യം, സ്വിച്ച് ഓൺ ആക്കിയാൽ ഇവിടെ AB എന്ന ആ ഒരു ചാലകം കണ്ടക്ടറിന് എന്ത് സംഭവിക്കുന്നു? രണ്ടാമത്തത്, നിലവിലിപ്പോ ഏത് ഡയറക്ഷനിലേക്കാണോ അത് ചലിച്ചത് അല്ലെങ്കിൽ മൂവ് ചെയ്തത്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്കാനുള്ള മാറ്റം അല്ലെങ്കിൽ മാർഗങ്ങൾ എന്ത്? ഈ 2 രീതിയിലുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും പരീക്ഷയ്ക്ക് വരിക. അപ്പൊ ഇവിടെയും തന്നിട്ടുള്ള ചോദ്യം അത് തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുണ്ട് ഫൈൻഡ് ദ ഡയറക്ഷൻ കണ്ടെത്തണം. ഏതിന്റെ? AB എന്ന കണ്ടക്ടറിന്റെ. സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഈ AB എന്ന കണ്ടക്ടർ ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. രണ്ടാമത്തത്, വാട്ട് ചേഞ്ച് എന്താണ് ടു മൂവ് ദ കണ്ടക്ടർ AB ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പൊ നിലവിൽ എങ്ങോട്ടാണ് മൂവ് ചെയ്ത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ആദ്യത്തെ ചോദ്യം. അപ്പൊ ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നോക്കിക്കോളൂ, ഞാനൊന്ന് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാ ഇവിടെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകൾ ഭാഗത്ത് എന്ത് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ താഴെ ഭാഗത്ത് ഒരു റിംഗ് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് 2 പാരലായിട്ട് കോപ്പർ വയർ വെച്ചിട്ടുണ്ട്. AB എന്ന കണ്ടക്ടർ, ഒരു ചാലകം ഫ്രീ ആയിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊന്നില്ലെങ്കിൽ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ എന്ത് ചെയ്യുന്നു, ചലിക്കും. അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഇവിടെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ബെൽ സ്വിച്ച് എന്നൊക്കെ പറയും. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. പിന്നെ ശ്രദ്ധിക്കേണ്ട, ഇവിടെ പ്ലസും ഇവിടെ മൈനസും ചിത്രത്തിൽ അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ റെഡ് എന്നുള്ളത് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും ബ്ലൂ എന്നുള്ളത് നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എൻ്റെ മക്കൾസ്, നിങ്ങൾ 2 പോയിന്റ് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ പോയിന്റ്, ഈ റിംഗ് മാഗ്നറ്റ് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അതിന്റെ മുകൾ ഭാഗത്ത് ഏത് പോളാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ പോയിന്റ്, നമ്പർ 1 പോയിന്റ് നോട്ട് ചെയ്തോളൂ. മുകൾ ഭാഗത്ത് നോർത്ത് ആണോ സൗത്ത് ആണോ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ, കറണ്ട് പാസ് ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണോ അതോ ബിയിൽ നിന്ന് എയിലേക്കാണോ എന്നുള്ളത് മനസ്സിലാക്കണം. ഈ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ ഒരു ഇടത് കൈ നിയമം ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇത്രേ ഉള്ളൂ, അല്ലാതെ ഇതിനകത്ത് ഇടങ്ങേറാനൊന്നുമില്ല. അപ്പൊ ഈ ചിത്രത്തിലേക്ക് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കറണ്ട് പാസ് ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലേക്കാണോ? ഒന്ന് പറയൂ, കേൾക്കുന്ന ആളുകൾ പറയൂ. പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കറണ്ട് പാസ് ചെയ്യുന്ന എവിടെയാണ്? എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലേക്ക്, അത് മനസ്സിലാക്കി. രണ്ടാമത്തെ, റിംഗ് മാഗ്നറ്റിന്റെ മുകൾ ഭാഗത്ത് ഏതാണ്? നോർത്ത് ആണ്. മുകളിൽ നോർത്ത് വന്നാൽ ചൂണ്ടുവിരൽ മുകളിലേക്ക് പിടിക്കുക. എന്തിനാണ് മുകൾ നോർത്ത് വന്നാൽ ചൂണ്ടുവിരൽ മുകളിലേക്ക് പിടിക്കാൻ പറയുന്നത്? ഒന്നുമില്ല, എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക ബലരേഖയുടെ സഞ്ചാര ദിശ നോർത്തിൽ നിന്ന് തുടങ്ങി. എങ്ങനെയാണ്? നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലേക്ക് പോകുന്നു. അപ്പൊ ഞാനിവിടെ വരയ്ക്കുന്ന എങ്ങനെയാണ്? ഇങ്ങനെ മുകളിലേക്ക് വരച്ചിട്ട് താഴത്തേക്ക് വന്ന് ഇങ്ങനെ സൗത്തിലേക്ക് എത്തി. ഇങ്ങനെയല്ല വരച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ ചൂണ്ടുവിരൽ മുകളിലേക്ക് പിടിക്കുക. കറണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് പിടിക്കുന്നു, സെൻട്രൽ ഫിംഗർ. അങ്ങനെയെങ്കിൽ തള്ളവിരൽ ഈ ഡയറക്ഷനിലേക്കായിരിക്കും. അതാണ് ഈ ചിത്രത്തിൽ കൊടുത്ത്. ഒന്ന് നോക്കുക. ചൂണ്ടുവിരൽ മുകളിലേക്ക്, സെൻട്രൽ ഫിംഗർ എയിൽ നിന്ന് ബിയിലേക്ക്, തള്ളവിരൽ തമ്പ് ഇങ്ങോട്ട്. അതായത് ഇവിടെ Q ആണ്. അപ്പൊ AB എന്ന കണ്ടക്ടർ ഏത് ദിശയിലേക്ക് ചലിക്കുന്നു? പറയൂ. ഇനി നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. എങ്ങടാ ചലിക്കുന്നത്? Qവിലേക്ക്. ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. ചില കുട്ടികൾ, സാറേ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഒന്നുകൂടി പറഞ്ഞേരി എന്ന് പറയും. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും മുഴുവൻ കാണണം, സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇതേപോലത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പൊ നോക്കിക്കോൾ, മുകൾ ഭാഗത്ത് ഏതാ തന്നിട്ടുള്ള? നോർത്ത്. അങ്ങനെയെങ്കിൽ ചൂണ്ടുവിരൽ മുകളിലേക്ക് പിടിക്കുക. കാരണം എന്താണ്? കാന്തിക ബലരേഖകൾ, മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്ക് വന്ന് ഇങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ചൂണ്ടുവിരൽ മുകളിലേക്ക് പിടിച്ചു. കറണ്ട് പാസ് ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പൊ തള്ളവിരൽ തമ്പുതാ ഈ Q ഡയറക്ഷനിലേക്ക്. അപ്പൊ AB എന്ന കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? Q ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അല്ലേ? ഇത് എങ്ങനെ നമ്മൾ കണ്ടെത്തിയ? ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം ഉപയോഗിച്ചാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ചൂണ്ടുവിരൽ മുകളിലേക്ക് പിടിക്കുന്നു, കറണ്ട് എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പൊ തള്ളവിരൽ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു? അത് ചലിക്കുന്നു. അപ്പൊ AB എന്ന കണ്ടക്ടർ എങ്ങോട്ട് ചലിക്കുന്നു? Qവിലേക്ക് ചലിക്കുന്നു. ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ മതി. ചൂണ്ടുവിരൽ നോർത്ത് വന്നുകൊണ്ട് ചൂണ്ടുവിരൽ മുകളിലേക്ക്. അപ്പൊ സെൻട്രൽ ഫിംഗർ ഇങ്ങോട്ട്, അതായത് എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പൊ തള്ളവിരൽ ഇങ്ങോട്ട് Q ഡയറക്ഷനിലേക്ക്.
ഇത്രയുള്ളൂ. ഈ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടി. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എ കണ്ടക്ടർ എ ബി വെൻ ബെൽ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പൊ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ക്യൂ ഡയറക്ഷൻ. എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്? ക്യൂ ഡയറക്ഷൻ. ജസ്റ്റിഫൈ യുവർ ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? ലെഫ്റ്റ് ഹാൻഡ് റൂൾ എഴുതി വെച്ചാൽ മതി. ഇടത് കൈ നിയമം ഉപയോഗിച്ചല്ലേ നമ്മൾ കണ്ടെത്തിയത്. അപ്പൊ ബെൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എ ബി എന്ന ചാലകത്തിന്റെ ചലന ദിശ ഏത്? ക്യൂ. ഉത്തരം ന്യായീകരിക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്താ പറയാ? ലെഫ്റ്റ് ഹാൻഡ് റൂൾ എഴുതി വെച്ചാൽ ഇടത് കൈ നിയമം ഉപയോഗിച്ചാണ് ഞാൻ കണ്ടെത്തിയെന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ ഓരോ വിരലുകൾ എന്തിനു സൂചിപ്പിക്കുന്നു എന്നൊക്കെ നിങ്ങളുടെ എഴുതുക. അപ്പൊ ആദ്യത്തെ ചോദ്യം സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എന്താണ്? വിപരീത ദിശയിൽ എ ബി എന്ന ചാലകം ചലിപ്പിക്കുന്ന സർക്യൂട്ടിൽ എന്ത് മാറ്റം വരുത്തണം? ഇപ്പൊ ചലിച്ചത് എങ്ങോട്ടാണ്? ക്യൂ ഡയറക്ഷനിലേക്കാണ്. അങ്ങനെയെങ്കിൽ പിയിലേക്ക് ചലിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നോർത്ത് പോൾ ഉള്ളത് സൗത്ത് പോൾ ആക്കിയാൽ മതി. സിമ്പിള്. ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്ന എ ബിയിലേക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കറണ്ടിന്റെ ഡയറക്ഷൻ ബി ടു എ ആക്കുക. അപ്പൊ എന്ത് ചെയ്താൽ മതി മക്കളെ? ഇവിടെ ഇപ്പൊ ചലിച്ചത് എങ്ങോട്ടാണടാ? പറയൂ. ക്യൂയിലേക്കല്ലേ? അങ്ങനെയെങ്കിൽ ഇനി അടുത്ത് പിയിലേക്ക് ചലിക്കണമെങ്കിൽ എന്ത് വേണം? സാറേ ഇവിടെ നോർത്ത് പോളല്ല, അത് സൗത്ത് പോൾ ആക്കിയാൽ പോരെ? മതി. സാറേ ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്ന ബിയിലേക്കല്ല, അപ്പൊ ബി ടു എ ആക്കിയാൽ പോരെ? മതി. അത്രേ ഉള്ളൂ. അത് ഇവിടെ എഴുതി വെച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യാ? ചേഞ്ച് ദ ടെർമിനൽ ഓഫ് ദി ബാറ്ററി. ബാറ്ററിയുടെ ടെർമിനൽ എന്ത് ചെയ്യുക? പോസിറ്റീവ് പ്ലസും മൈനസും ചേഞ്ച് ചെയ്യുക. അടുത്ത് എന്ത് പറയാം? ചേഞ്ച് ദി പോൾ ഓഫ് ദി റിംഗ് മാഗ്നറ്റ്. റിംഗ് മാഗ്നറ്റിന്റെ പോൾ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. അപ്പൊ നിങ്ങളതായിട്ടുള്ള രീതിയിൽ ഇവിടെ എഴുതിയാൽ അതിന്റെ ആൻസർ സെറ്റായി. അപ്പൊ ഈ ആദ്യത്തെ ചോദ്യം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതേപോലത്തെ പല ചിത്രങ്ങളും പരീക്ഷയ്ക്ക് വരാം. ഞാൻ അത് മാത്രമാണ് സെലക്ട് ചെയ്തത്. ടോട്ടൽ നമുക്ക് 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 8 ചോദ്യം വരുന്നുണ്ട്. അതിൽ നമുക്ക് ഒരേ രൂപത്തിൽ ഒരേ പാറ്റേണിലുള്ള ചോദ്യമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരേ പാറ്റേൺ തന്നെ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാ. വീണ്ടും ലെഫ്റ്റ് ഹാൻഡ് റൂൾ ബേസ് ചെയ്തിട്ട് ആ ഒരു ചിത്രത്തിന് പകരം വേറെ രൂപത്തിലുള്ള ചിത്രം തന്നു. എന്താണ് ചോദ്യം തന്നിട്ടുള്ളത്? ദ ഫിഗർ ഷോസ് എ കോപ്പർ റോഡ് ഹെൽഡ് ബിറ്റ്വീൻ 2 പോൾ ഓഫ് എ മാഗ്നറ്റ് ആൻഡ് കണക്ട് ടു DC സർക്യൂട്ട്. DC സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തു. ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ റോഡ് എ ബി മൂവ് when the circuit is switched on? State the rule applied. ഇവിടെ ഉപയോഗിച്ച ആ റൂള് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എഴുതാനും പറയാം. എന്താണ്? ഒരു കാന്തത്തിന്റെ 2 ധ്രുവങ്ങൾക്കിടയിൽ ഒരു കോപ്പർ ദണ്ട് എ ബി വച്ചിരിക്കുന്നു. നേരത്തെ റിംഗ് മാഗ്നറ്റിന്റെ മുകൾ ഭാഗത്തായിരുന്നു എ ബി എന്ന കണ്ടക്ടർ വെച്ചത്. ഇപ്പൊ നോക്കുക, നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം തന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ എ ബി എന്ന കണ്ടക്ടർ മുകളിലേക്കാണോ താഴത്തേക്കാണോ ചലിക്കുക? ഇവിടെ ഏത് നിയമമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം. നോക്കുക, അതേ ചോദ്യം തന്നെ വേറെ രൂപത്തിൽ ചിത്രം വന്നു. അപ്പൊ നിങ്ങൾ ആരും കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഞാൻ അത് ആ ചിത്രം ഒന്ന് വലുതാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് പറയാം. കറണ്ട്, നിങ്ങൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. കറണ്ട് പാസ് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ നോക്കണം. കറണ്ട് പാസ് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യണം? നിങ്ങൾ ചെക്ക് ചെയ്യണം. എങ്ങനെയാണ്? ഇവിടെയാണ് പ്ലസ്, ഇവിടെയാണ് മൈനസ്. ഗൈസ്, എന്താണ്? ഇവിടെയാണ് പ്ലസ്, ഇവിടെ മൈനസ്. സ്വിച്ച് ഓൺ ആക്കിയാൽ കറണ്ട് അപ്പൊ എങ്ങനെ പാസ് ചെയ്യും? ഇതിലൂടെ വന്ന് എയിൽ നിന്ന് ബിയിലേക്കാണ് ഇവിടെയും കറണ്ട് പാസ് ചെയ്യുന്നത്. കറണ്ട് പാസ് ചെയ്യുന്നത് ഇവിടെ എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പൊ അത് കിട്ടി. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ കിട്ടി. ഇങ്ങനെയാണ്, എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. കറണ്ട് എയിൽ നിന്ന് ബിയിലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ നിങ്ങൾ സെന്റർ ഫിംഗർ എന്ത് ചെയ്യണം? എയിൽ നിന്ന് ബിയിലേക്ക് വെക്കണം. സെന്റർ ഫിംഗർ എന്ത് ചെയ്യാം? ഈ ചിത്രത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് ആ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ സെന്റർ ഫിംഗർ എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ വെക്കുക. അപ്പൊ ഞാൻ സെന്റർ ഫിംഗർ ഞാൻ ഇങ്ങനെ വരച്ചു, എയിൽ നിന്ന് ബിയിലേക്ക്. ഇനി നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ചൂണ്ടുവിരൽ എന്ത് ചെയ്യണം? നോർത്ത് ടു സൗത്ത്. ചൂണ്ടുവിരൽ എപ്പോഴും എങ്ങനെ വെക്കേണ്ടത്? നോർത്ത് ടു സൗത്ത്. സെന്റർ ഫിംഗർ എയിൽ നിന്ന് ബിയിലേക്ക്. അങ്ങനെയെങ്കിൽ തമ്പ് എങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിരിക്കും. അതായത് ഇതേ രൂപത്തിൽ തന്നെ ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് എന്താ സംഭവിക്കുന്നത്? ഇവിടെ നോർത്തും അവിടെ സൗത്തും. അപ്പൊ ചൂണ്ടുവിരൽ അങ്ങോട്ട് വെച്ചു, എന്റെ സെന്റർ ഫിംഗർ ഇങ്ങോട്ട്. അപ്പൊ തമ്പ് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്? ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ കണ്ടെത്താൻ പറ്റും. അപ്പൊ അങ്ങനെ ഈ എ ബി എന്ന കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? മുകളിലേക്ക്. ഞാൻ അവിടെ ഒന്ന് വരച്ചേക്കാം, ഒന്നുമില്ല. സെന്റർ ഫിംഗർ ഇങ്ങോട്ട്, അതായത് എയിൽ നിന്ന് ബിയിലേക്ക്. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, അതായത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. അപ്പൊ തള്ളവിരൽ മുകളിലേക്ക്, തമ്പ് മുകളിലേക്ക്. ഞാൻ ഒന്നുകൂടി ഈ ചിത്രത്തിൽ വരച്ചാൽ ഞാൻ പറയുമ്പോൾ ആ രീതിയിൽ നിങ്ങളെ ഇടത് കൈ ഒന്ന് പിടിച്ചു നോക്കിയാൽ മതി. കറണ്ട് എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പൊ സെന്റർ ഫിംഗർ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എയിൽ നിന്ന് ബിയിലേക്ക് ഒന്ന് പിടിക്കുക. സെന്റർ ഫിംഗർ എന്ത് ചെയ്യുക? എയിൽ നിന്ന് ബിയിലേക്ക്. ഇതാണ് സെന്റർ ഫിംഗർ. അപ്പൊ സെന്റർ ഫിംഗർ എന്ത് ചെയ്യുക? എയിൽ നിന്ന് ബിയിലേക്ക് പിടിച്ചു.
അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് പിടിച്ചു. 4 ഫിംഗർ എങ്ങോട്ടായിരിക്കും? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, അങ്ങോട്ടാണ്. അപ്പൊ തള്ളവിരൽ എപ്പോഴും എങ്ങോട്ടായിരിക്കും? മുകളിലേക്ക്. അതുകൊണ്ട് ഇവിടെ എ ബി എന്ന ചാലകം എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ഫസ്റ്റ് മുകളിലേക്ക്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ചില കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, സാറ് ഇത് മനസ്സിലായിട്ടില്ല, ബുദ്ധിമുട്ടാണെന്ന് പറയണ്ടാവും. നിങ്ങൾ ചിന്തിക്കേണ്ട എത്ര മാത്രമേ ഞാൻ പറയുന്ന രൂപത്തിൽ, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന രൂപത്തിൽ ഒന്ന് പിടിച്ചാൽ, നിങ്ങൾ സെൻട്രൽ ഫിംഗർ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എയിൽ നിന്ന് ബിയിലേക്ക് പിടിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ് ചൂണ്ടുവിരൽ പിടിക്കേണ്ടത്. അപ്പോൾ സെൻട്രൽ ഫിംഗർ നിങ്ങൾ ഇങ്ങോട്ട് പിടിച്ചു, നോർത്ത് ടു സൗത്ത് ചൂണ്ടുവിരൽ പിടിച്ചു. അപ്പൊ തള്ളവിരൽ നിങ്ങളത് മുകളിലേക്കായിരിക്കും. അതായത് എ ബി എന്ന കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? മുകളിലേക്ക്. അപ്പൊ നോക്കുക, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എ ബി ഏത് ദിശയിൽ ചലിക്കുന്നു? അപ്വേർഡ് ഡയറക്ഷൻ. എങ്ങോട്ടായിരിക്കണം? അപ്വേർഡ് ഡയറക്ഷൻ, മുകളിലേക്ക് നോർത്തേക്കുക. ഇനി ഇത് ഉപയോഗിക്കുന്ന നിയമം ഏതാണ്? ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിക്കുന്നത് ഇവിടെ. ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമമാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം പഠിച്ച അതേ സാധനം തന്നെ വീണ്ടും ഇവിടെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ സെൻട്രൽ ഫിംഗറും 4 ഫിംഗറും തള്ളവിരലും, അതായത് നടുവിരൽ കറണ്ടിന്റെ ഡയറക്ഷനിൽ പിടിക്കുക, ചൂണ്ടുവിരൽ എപ്പോഴും നോർത്ത് നിന്ന് സൗത്തിലേക്ക് പിടിക്കുക. അപ്പൊ തള്ളവിരൽ എങ്ങോട്ടാണോ എന്ന് മാത്രം നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ അതാണിത്. ഇവിടെ ഇത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാണ് ഇവിടെയും കണ്ടെത്തുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത അതേപോലത്തെ വീണ്ടും ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്ക് വീണ്ടും ഇതേപോലത്തെ ഒരു ചോദ്യം തന്നു. എന്താണ് തന്നിട്ടുള്ളത്? ചോദ്യത്തിൽ എന്താ തന്നിട്ടുള്ളത്? ഇത്രയുള്ള എന്താണ്? ഒബ്സർവ് ദ ഫിഗർ ഷോയിങ് എ കണ്ടക്ടർ കണക്റ്റഡ് ടു ബാറ്ററി ആൻഡ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദി മാഗ്നറ്റിക് പോൾ നോർത്ത് സൗത്ത്. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്തു? ഒരു 2 മാഗ്നറ്റ് എടുത്തു, അതിന്റെ ഇടയിൽ ഒരു കണ്ടക്ടർ ഇങ്ങനെ വെച്ചു. ആ കണ്ടക്ടറിന് എന്ത് ചെയ്തു? ബാറ്ററിയിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തു. ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എത്ര ഉള്ളൂ, കറണ്ടിന്റെ ഡയറക്ഷൻ ആദ്യം മനസ്സിലാക്കണം. കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പൊ കറണ്ട് ഇതിലൂടെ വന്ന് ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. മനസ്സിലാക്കിയോ? കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പൊ കറണ്ട് ഇങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പൊ ഈ നടുവിലുള്ള ഈ കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം തന്നെ ഇവിടെയും നമുക്ക് 2 ചോദ്യങ്ങൾ തന്നിട്ട്, ഒന്നാമത്തെ ചോദ്യം എന്താ തന്നിട്ടുള്ളത്? അതായത് ചാലകത്തിന്റെ ചലനദിശ എങ്ങോട്ടായിരിക്കും? ഇത് കണ്ടെത്താൻ സഹായിച്ച നിയമം ഏത്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഈ ദിശയിൽ ചാലകം ചലിക്കുന്നത് എന്തുകൊണ്ടെന്ന് വിശദമാക്കുക. എന്തുകൊണ്ടാണ് ഈ ദിശയിൽ ചാലകം ചലിക്കുന്നത്? അതൊക്കെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ താഴെ ഒരു ലെഫ്റ്റ് ഹാൻഡ് വരച്ച് വെച്ചിട്ടുണ്ട്. വരച്ച് വെക്കൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞാൻ വരയ്ക്കാനുമ്പോൾ സാർ ഇത്ര വരയ്ക്കണാളോ അങ്ങനെ ചിന്തിക്കേണ്ടത്, നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ 2 ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. അതുകൊണ്ടാണ് ഈ ചൂണ്ടുവിരൽ നോർത്ത് ടു സൗത്ത്. താഴത്തെ ചിത്രവും മുകളിലത്തെ ചിത്രവും താരതമ്യം ചെയ്യാം. ഇനി കറണ്ട് പാസ് ചെയ്യുന്നത് ഇവിടുന്ന് വന്ന് ഇങ്ങോട്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ സെൻട്രൽ ഫിംഗർ ഞാൻ ഇങ്ങോട്ട് കൊടുത്തത്. അപ്പൊ സെൻട്രൽ ഫിംഗർ ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, അതുകൊണ്ട് തള്ളവിരൽ മുകളിലേക്ക്. അപ്പൊ ഈ കണ്ടക്ടർ, ഇപ്പോൾ ഒരു എക്സാമ്പിള്, ഈ കണ്ടക്ടറിനെ ഞാൻ JK എന്ന് പേര് കൊടുത്തു വിചാരിക്കുക. ഈ JK എന്ന കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. എന്താ കാരണം? കറണ്ടിന്റെ ദിശ ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ ഇങ്ങോട്ട്. അപ്പൊ തള്ളവിരൽ മുകളിലേക്ക്. ഇത്ര ഉള്ളടാ, അല്ലാതെ വേറൊന്നും ഇതിനകത്തില്ല. അത്രേ ഉള്ളൂ. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ എന്താണ്? ഈ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിന് ആൻസർ കണ്ടെത്താം. അപ്പൊ നോക്ക്, ആദ്യത്തെ ചോദ്യം, ചാലകത്തിന്റെ ചലനദിശ എങ്ങോട്ടായിരിക്കും? ചാലകത്തിന്റെ ചലനദിശ കണ്ടല്ലേ? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓഫ് ദ കണ്ടക്ടർ? എങ്ങോട്ടായിരിക്കും? അപ്വേർഡ്, മുകളിലേക്ക്. എങ്ങോട്ടായിരിക്കണം? മുകളിലേക്കാണ്, മുകളിലേക്ക്. അത്രേ ഉള്ളൂ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇതിനെ സഹായിച്ച നിയമം ഏതാണ്? അതും നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇടത്ത് കൈ നിയമമാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത ചോദ്യം എന്താണ്? ഈ ദിശയിൽ ചാലകം ചലിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ ദിശയിൽ എക്സ്പ്ലെയിൻ വൈ ദ കണ്ടക്ടർ മൂവിങ് ദ ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ ചാലകം ചലിക്കാനുള്ള കാരണം എന്താണ്? നമുക്ക് ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ, ഈ ചിത്രത്തിലേക്ക് നോക്കൂ. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കണ്ടല്ലേ? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലാണ്. ഈ എക്സ്പീരിയൻസ് എ ഫോഴ്സ്, അതിലെന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതുകൊണ്ട് ഹെൻസ് ദ കണ്ടക്ടർ മൂവ് ഫോഴ്സ് ഡയറക്ഷൻ ബൈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ.
അത്രയുള്ളൂ. അപ്പം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് എഴുതിയേക്കുക. അപ്പം ഞാനിവിടെ 3 ചോദ്യങ്ങൾ പറഞ്ഞു. ഈ 3 ചോദ്യങ്ങളും ഒരേ പാറ്റേണിൽ വരുന്നതാണ്. വ്യത്യസ്ത ചിത്രങ്ങൾ വരുന്നു, എന്നിട്ട് അവിടെ AB എന്ന കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അപ്പം ഇതേ രൂപത്തിൽ ഇനിയും ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഞാനിപ്പോൾ നമ്മൾ SCRT ബേസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ചോദ്യത്തിന് ഒരേ രൂപത്തിലുള്ള പാറ്റേൺ ഞാൻ സെലക്ട് ചെയ്തതാണ്. ഇനി ഇതിനകത്ത് സോളിനോട് ബേസ് ചെയ്തിട്ട് ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അടുത്ത ലൗഡ് സ്പീക്കറിന്റെ ബേസ് ചെയ്തിട്ട് ഒരേ പാറ്റേൺ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഇടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് ഏത് രീതിയിൽ ചിത്രങ്ങൾ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം മക്കൾ. അപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷ നമുക്ക് അടിപൊളിയാക്കണം. നമ്മളെ ക്രിസ്മസ് എക്സാമിൽ നമുക്ക് SCRT ബേസ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് പഠിക്കണം. ഇതേപോലെ ഓരോ കോണ്ടന്റ് വീഡിയോയും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് വീഡിയോ ഒക്കെ വിടും. അതേപോലെ തന്നെ ഇനി ഓരോ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം കാണണം. കാരണം നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലുള്ള ചോദ്യം വന്നാലും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു കമൻറ്റ് ചെയ്യുക. ഞാൻ അതൊക്കെ ഒരു കോണ്ടന്റ് വീഡിയോ ആയിട്ട് ഇടും. അപ്പോൾ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന പരീക്ഷ അടിപൊളിയായിട്ട് GBU ഗോഡ് ബ്ലസ് യു, ഒരു ബ്ലൂ ഹാർട്ട്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലെ ലെഫ്റ്റ് ഹാൻഡ് റൂളുമായിട്ട് ഞാൻ വീണ്ടും കണ്ടുമുട്ടാം. നമുക്ക് എന്ത് ചെയ്യാം, കുറേ ചോദ്യങ്ങൾ ചെയ്യാം. അപ്പോൾ അടിപൊളിയാക്കാം, സെറ്റാക്കാം. ഓക്കെ, ബൈ.